ഹലോ, ഗുഡ് മോർണിംഗ് ചക്കരകളെ. എന്തുണ്ട് വിശേഷം? ഇന്നലെ വരാൻ പറ്റില്ല, എന്നോട് ക്ഷമിച്ചു. പിന്നെ ഒരു കല്യാണം ഉണ്ട് ആലപ്പുഴയിൽ. അപ്പോൾ തലേ ദിവസം അമ്മുവാണ് മൈലാഞ്ചി ഇട്ട് കൊടുക്കാന്ന് പറഞ്ഞു. അപ്പോൾ അതിന് വേണ്ടി പോവുകയാണ്. പോയിട്ട് ഇന്ന് തന്നെ തിരികെ പോയി. ഞാൻ ഇട്ടിരിക്കുന്ന ഡ്രസ്സ് കാണാം, ഒരു ബ്ലാക്ക് ചുരിദാറാണ്. ഞാനിത് ചെയ്യിപ്പിച്ചതാണ്, ഇങ്ങനെ വർക്ക് ചെയ്യിപ്പിച്ചേനെ. കട്ട് വർക്ക് കണ്ട. ഒരു പരസ്യം ഇതിലിങ്ങനെ ഇങ്ങനെ ചെയ്തിട്ടുണ്ട് കണ്ട, കാണാൻ പറ്റുന്നു കണ്ട. എന്നാണ്ട് വിശേഷം? കല്യാണത്തിന് പോവുകയാണ്. ഐബ്രോസ് എന്നിട്ട് വെച്ച് ചെയ്തിയേ. അപ്പം മറ്റേ ഹൈവേ പോലെ ആയിപ്പോയി. എനിക്ക് കഴിയല്ല. ഈ നമ്മുടെ ഈ പിരിയനൊക്കെ കറക്റ്റ് അല്ലെന്നുണ്ടെങ്കിലുണ്ടല്ലോ, മറ്റേ എവിടെയോ ഒരു ജഗതി ഏതോ ഒരു സിനിമയിലിരുന്നൊരു ലുക്ക് അല്ലേ തോന്നുന്നുണ്ട്. ഇവിടെ നിന്ന് അത് കളയണം കുറച്ച്. ഇന്നലെ പിടിച്ചില്ല, ഇന്നും പിടിച്ചില്ല. ഉത്തരവാദിത്തക്കുറവ് എന്ന് നിങ്ങൾ പറയും വേണമെങ്കിൽ. എന്താ പറയും. രാവിലെ പുട്ട് ഏത്തപ്പഴവും മിഴുങ്ങി. മിനിഞ്ഞാന്ന് ആകയുടെ വീട്ടിൽ പോയി. നിങ്ങൾ കണ്ടില്ല, ആ വീഡിയോ കണ്ടല്ലോ അല്ലേ? ആകയുടെ വീട്ടിൽ പോയി. എനിക്ക് എന്താണ് മാവേലിക്കര, ഞാൻ എപ്പോഴും കൊട്ടാരക്കര എന്ന് പറഞ്ഞുകൊണ്ടിരുന്നത്. മാവേലിക്കര, ഈ മാവേലിക്കര എന്ന് പറഞ്ഞ പ്രദേശം ഭയങ്കര ഉൾഗ്രാമപ്രദേശമാണ്. എനിക്ക് അവിടെ ചെന്ന് ശ്വാസം മുട്ടുമായിരുന്നു. കാരണം എനിക്ക് നിറയെ വണ്ടിയും ആൾത്തിരക്കും ഇങ്ങനെ ബഹളവും ആയിട്ട് കഴിയുന്നതാണ് ഇഷ്ടം. ഞങ്ങൾ ആലപ്പുഴക്കാർ, ആലപ്പുഴ ഞാനൊരു ഗ്രാമത്തിൽ ജനിച്ചു വളർന്നതാണെങ്കിൽ അവിടെ നിറയെ വീടുകൾ അടുത്തടുത്ത്, മനസ്സിലായി. അപ്പോൾ എനിക്ക് അതുകൊണ്ട് പിന്നെ ഈ ഒരു വീട് അപ്പുറമെങ്കിൽ മുതലെല്ലാം കെട്ടി പൊക്കി വെച്ചിരിക്കുക. അതിൻ്റെ അപ്പുറത്ത് കുറച്ച് അകലെ ഒരു വീട്, അങ്ങനത്തെ എല്ലാം വലിയ വീടുകൾ. ഇപ്പോൾ ഈ വലിയ വീടുകളെന്ന് പറയുമ്പോൾ സാധാരണക്കാർ വളരെ കുറവായിരിക്കും എന്ന് എനിക്ക് തോന്നി. ഉള്ളിലോട്ടും എല്ലാം കാണുമായിരിക്കും. ഇത് റോഡ് സൈഡിൽ ആകയുടെ വീട്, വലിയൊരു പുരാതനമായ നല്ലൊരു തറവാടാണ് ആകയുടെ വീട്. അപ്പോൾ അവിടെ പോയി കണ്ട അമ്മയൊക്കെ കണ്ട് നല്ല രസമുണ്ട്. നല്ല ആഠ്യത്തോളൊരമ്മയും നല്ലൊരു ഫാമിലിയും നല്ല ആതിഥേയ മര്യാദയോടുകൂടി ഒരുപാട് ഭക്ഷണങ്ങളൊക്കെ മേശപ്പുറം നിറയെ, ഡൈനിങ് ടേബിൾ നിറച്ച് നല്ല വിഭവസമൃദ്ധമായ ഭക്ഷണമൊക്കെ തന്നാണ്. എനിക്കത് ഭയങ്കര സന്തോഷം വന്നു. പിന്നെ നല്ല നിറഞ്ഞ ചിരിയോടെ നല്ല അടിപൊളിയൊരു അമ്മ എനിക്കിഷ്ടപ്പെട്ടു. ഇതൊക്കെയാണ് എനിക്ക് പറയാനുള്ളത്. പിന്നെ ഒരുപാട് പേര് അവിടെ നിന്ന് എന്നോട് സംസാരിച്ചായിരുന്നു. അയ്യോ സിംഗുവായെന്ന് പറഞ്ഞു. നമ്മളിങ്ങനെ പ്രതീക്ഷിക്കുന്നില്ലല്ലോ. അവിടെയൊക്കെ എനിക്ക് അവിടെയൊക്കെ ആരാധകരുണ്ടെന്ന് ഞാൻ ഇപ്പോഴല്ലേ അറിഞ്ഞത്. അല്ലാത്തൊക്കെ ഞാൻ ഒരു കൈ നോക്കിയാൽ അവിടെ ഒന്ന് ട്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് കിട്ടുന്ന അവസരം ഒന്നും പാഴാക്കത്തില്ല ചക്കരകളെ. പക്ഷെ അവിടെ നിങ്ങൾ എൻ്റെ പ്രിയപ്പെട്ടവരെ, നിങ്ങൾ ഇതിനകത്ത് വീഡിയോ കാണുന്നവർ മാവേലിക്കരയുണ്ടെന്ന് സിംഗമ്മ വിചാരിച്ചില്ല. അല്ലെങ്കിൽ അവിടെ ഒന്ന് ട്രൈ ചെയ്തേരാം. എനിക്ക് ബോറടിച്ചിട്ട് വരുന്നത്, ഞാൻ ഉറക്കം നോക്കുമായിരുന്നു. അവരെ കൊണ്ട് നല്ല സന്തോഷം. പക്ഷേങ്കിൽ എനിക്ക് എപ്പോഴും ഒച്ചയും ബഹളവും തിരക്കും കേൾക്കണം ചക്കരകളെ. ഞാൻ ഇവിടെ ഒരു വീട്ടിൽ ഇരുന്നാൽ പോലും ഒരു നിറയെ ലൈറ്റൊക്കെ ഇട്ടിട്ടായിരിക്കുന്നത്. അതൊക്കെ ഞാൻ ബോബൻ്റെ എപ്പോഴും വഴക്ക് പറയും. ഞാൻ വേറൊരു ക്യാരക്ടറാണ് ചക്കരകളെ. ഭയങ്കര ഇച്ചിരി എനിക്ക് തോന്നുന്നു, എനിക്കറിയാം ഞാൻ ഒരുപാട് പോസിറ്റീവ് വൈബുള്ള ഒരാളാണ്. പിന്നെ ഞാനിപ്പോൾ ഒരുപാട് കാര്യങ്ങളിലൊക്കെ മുഴുകിയിട്ട് ഞാൻ എപ്പോഴും ചിരിയും കളിയും വാർത്താനായിട്ട് പറഞ്ഞതാണ്. ചിലരെന്നെ വിളിക്കുമ്പോൾ ഞാൻ ഓഫായിട്ടിരിക്കുന്ന പോലെ അവർക്ക് തോന്നും. അതെന്തുകൊണ്ടെന്നറിയോ? ഞാൻ 5 ഫോണിലൂടെ ഓരോരോ ബിസിനസ്സും ചെയ്യുന്നുണ്ടല്ലോ. അപ്പം ഞാൻ അത് ചിന്തിച്ചുകൊണ്ടിരിക്കുമ്പോഴായിരിക്കും നിങ്ങളൊരു പക്ഷേ എന്നെ ഫോൺ ചെയ്യുന്നത്. അപ്പം ഞാൻ നിങ്ങൾ പരിചയമില്ലല്ലോ എനിക്ക്, നിങ്ങളോട് സംസാരിക്കുകയും നിങ്ങൾക്കറിയാം, എനിക്ക് അറിയില്ലല്ലോ നേരിട്ട്. അപ്പോൾ ആദ്യമായിട്ട് വിളിക്കുന്ന ഒരാളൊക്കെ ചിലപ്പോൾ ഇനി സ്ഥിരം വിളിക്കുമ്പോൾ ഞാൻ റിലേ ബോയ് സംസാരിക്കുമ്പോൾ എന്നോട് ഇൻറ്റിമേറ്റ് ആയിട്ടുള്ളവർക്ക് അറിയാം ഞാൻ റിലേ ബോയ് ഇരിക്കുവാണ്, ഇവളെ ഇപ്പോൾ വിളിച്ചിട്ട് കാര്യമില്ലെന്ന് അവർ കട്ട് ചെയ്തിട്ട് പോകും. ആദ്യമായിട്ട് വിളിക്കുന്നവർക്ക് ഇവർക്ക് വീഡിയോ പറഞ്ഞൊക്കെ അല്ലല്ലോ, ഭയങ്കര തലക്കരമാണല്ലോ. അങ്ങനെ ഒരിക്കലും ഇല്ല കേട്ടോ ചക്കരകളെ. എൻ്റെ റിലേയും പോയി ഇരിക്കുമ്പോൾ വിവാഹ മാരേജ് ബ്യൂറോയിൽ എന്ന് പറഞ്ഞാൽ അത്ര ചെറിയ കളിയൊന്നുമല്ല, ഭയങ്കര കളിയാണ്. അപ്പോൾ അത് സംസാരിച്ച് നമ്മൾ ചിലർ ഒന്നും അങ്ങനെ പറയത്തില്ല. ചില ആൾക്കാരുണ്ട് നമ്മളുടെ ക്ഷമയുടെ നെല്ലിപ്പലകെ നിയന്ത്രണ രേഖകളും വിട്ട് നമ്മൾ അപ്പുറത്ത് പോയി നിന്നിട്ട് എന്ത് ചെയ്യണമെന്നറിയാതെ നമ്മൾ പകച്ചു നിൽക്കുന്നൊരവസ്ഥയൊക്കെ ഉണ്ട്. അതുകൊണ്ട് ഞാൻ ചില സമയത്ത് മൂഡ് ഓഫ് ആയിരിക്കും കേട്ടോ. ചില കാരണവന്മാരെയൊക്കെ എടുത്തിട്ട് എനിക്ക് തോട്ടിലെറിയാൻ തോന്നും. അങ്ങനത്തെ ഉണ്ട്. പിന്നെന്ത് പറയാനാണ്. അപ്പം അങ്ങോട്ട് ആലപ്പുഴയ്ക്ക് പോവുകയാണ്. ഇതാണ് സംഭവം. പുറത്തുനിന്നാണ് ഇന്ന് ഭക്ഷണം കഴിക്കുന്നത്. ബോബൻ പറഞ്ഞ് നീ പോയി എന്ന്. ബോബനില്ലാത്തതിൻ്റെ ഞാൻ ശരിക്കും അറിയുന്നുണ്ട് മോഹൻ്റെ ചക്കരകളെ. എൻ്റെ പൊന്നെ, ബോബന് എന്തായാലും ഒരു തണൽ മരമായിരുന്നു. അയ്യോ, ഞാൻ ബോബനെ എടുത്തിട്ട് വേഗം ഞാൻ രാത്രി പറഞ്ഞ്
എനിക്ക് വേഗം തികടത്തിട്ട് പറഞ്ഞു 10 നിങ്ങൾ അരികത്ത് വന്നിരുന്നിട്ട് ഒരു ഓക്സിജൻ സ്വീകരിച്ചിട്ട് ഞാൻ ഇടത്തിരുന്നോളാന്ന് പറഞ്ഞു. അതെൻ്റെ ഓക്സിജനാണ് സത്യം. ഭയങ്കരം തന്നെയാണ് കേട്ടോ. എൻ്റെ ഹൃദയം സൗദി അറേബ്യയിൽ ഇരിക്കുകയാണ്. ഞാനിവിടെ സത്യമാണ് ബോംബ് പോലും പിന്നെ എൻ്റെ കിളി പോയണൊക്കെ നടക്കും. ഞാൻ അത് മറക്കാൻ വേണ്ടി നല്ല ഡ്രസ്സുകൾ ഇട്ട് നല്ല പാട്ടുകൾ കേട്ട് എനിക്ക് ബോബൻ്റെ ശൂന്യത വല്ലാത്തൊരു ശൂന്യത തന്നെ. ഒന്ന് എപ്പോഴെപ്പോഴും എന്നെ വിളിക്കും, മെസ്സേജ് ഇടുകയൊക്കെ ചെയ്യും. എന്നാലും പോരടേ, ഇതൊന്നും പോരടേ. പോയി കുറച്ച് ദിവസം അടുത്ത് നിന്നിട്ട് പറയും ഇത്ര ഒന്നും പിരിഞ്ഞിരിക്കാൻ പറ്റുന്നില്ല. അതാണ് സംഭവം. അതിൻ്റെ ഒരു കിളി പോകലുണ്ട് എനിക്ക്. പിന്നെ ചക്കരകളെ പോകണം. ആ കല്യാണ വീട്ടിലെ പെൺകുട്ടിക്ക് മൈലാഞ്ചി ഇട്ട് അമ്മു മെഹന്തി ഇടും കേട്ടോ, നന്നായിട്ടിടും. അമ്മ അത് പഠിച്ച് അത് നന്നായിട്ടിടും. അപ്പോൾ അമ്മുവിനെ കൊണ്ട് അവർ മെഹന്തി ഇടിക്കുന്നത്. അപ്പം നമ്മൾ മെഹന്തി ഇട്ട് കൊടുക്കാനായിട്ട് പോവുകയാണ്. വണ്ടി വന്ന് വാതിക്കെ കിടക്കുന്നത്, ടാക്സിയിലാണ് കിടക്കുന്നത്. അപ്പം നമ്മൾ പോകാൻ പോവാണ്. എൻ്റെ ചക്കരകളൊക്കെ സമാധാനത്തോടെ ഇരിക്കും, സന്തോഷത്തോടെ ഇരിക്കും. ഒരുപാട് പേര് സ്വയം തൊഴിൽ ചെയ്യുന്നതിനെക്കുറിച്ച് ഞാനും ഇനി വേറെ 1-2 പേർക്ക് ജോലി എടുക്കാൻ ചെറിയ ചെറിയ സ്ഥാപനങ്ങൾ ഞാൻ എല്ലാ ജംഗ്ഷനിലും തുടങ്ങാൻ പോകും. സിംഗിൾ ബോബിൻ്റെ പേര് നിങ്ങൾ കണ്ടോ? വീട്ടമ്മമാർക്ക് ചെറിയൊരു കടകൾ ഞാൻ ഇട്ട് കൊടുക്കും. നിങ്ങൾ അതെന്താണ് നിങ്ങൾ കണ്ടോ? ഇപ്പോൾ എല്ലാവരും ഇട്ട് കൊടുക്കാൻ പോകുക. അതായത് അവർക്ക് ശമ്പളം കൊടുക്കും ഞാൻ. അങ്ങനത്തെ ഒരു മേഖലയിലേക്ക് വരാൻ പോവുകയാണ്. അതൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റാവുന്നതല്ല. അതാണ് ആലോചിച്ചുകൊണ്ട് ഇരിക്കുകയാണ്. അതിൻ്റെ പഠിപ്പുരയിലാണ്. അതൊക്കെ ദൈവമേ എൻ്റെ ഗുരുവായൂരപ്പ ഇത് പറഞ്ഞത് തെറ്റായിപ്പോയെന്ന് എനിക്കറിയത്തില്ല. ചില കാര്യങ്ങൾ പറഞ്ഞാൽ നടക്കത്തില്ല. ഞാൻ നിങ്ങളോട് വേറെ കഴിയുമ്പോൾ നമ്മളൊരു കാര്യം ആലോചിച്ച് സക്സസ് ആക്കി വെച്ചിരിക്കുന്ന കാര്യം പറഞ്ഞാൽ ചിലത് നടക്കത്തില്ല. അതുകൊണ്ട് എന്ത് ചെയ്യണമെന്ന് അറിയാമോ? നമ്മൾ പറയാതിരിക്കുന്നതാണ് നല്ലത്. ഞാനിത് പറഞ്ഞ വായി വന്നു പോയി. ഇനി ഈ വീഡിയോ കട്ട് ചെയ്യാൻ എനിക്ക് കഴിയില്ല, എനിക്ക് സമയവും ഇല്ല. അതുകൊണ്ട് ഞാനത് അപ്പോൾ നിങ്ങളെല്ലാം പ്രാർത്ഥനയോടെ ഇരുന്നു. എന്നെ വിളിക്കുന്നൊരു 100 പേരിൽ 10-20 പേർക്ക് എനിക്കൊരു സ്ഥാപനമായിട്ട് ജോലി എടുക്കാൻ പറ്റിയില്ല. ഇങ്ങനത്തെ ഒരു സ്ഥാപനം ആണ് ഞാൻ ഇടാൻ പോകണം. മനസ്സിലായ കേട്ടോ? അപ്പോൾ ആർക്കെങ്കിലും കുഞ്ഞ് ഓരോരുത്തർക്കും ഞാൻ മാന്യമായ ശമ്പളമൊക്കെ കൊടുക്കും. അപ്പോൾ നല്ല എന്താ പറയുക, നല്ല വൃത്തി നീറ്റും അടുക്കും ചിട്ടയുള്ള ഒരു സ്ഥാപനമായിരിക്കും. അങ്ങനത്തെ കുറേ സ്ഥാപനങ്ങൾ ഞാൻ ഇടാൻ പോവുകയാണ്. എൻ്റെ സ്വന്തം ഇതിൽ അധ്വാനത്തിൻ്റെ ഫലമായി അങ്ങനെ അത് തന്നെ പറയുകയാണ്. അപ്പോൾ എല്ലാവരും എനിക്ക് വേണ്ട സപ്പോർട്ട് തരണം. നമ്മുടെ വനിതകൾക്ക് വേണ്ടിയിട്ടാണ്. പിന്നെ ഇവിടെ സോഷ്യൽ മീഡിയയിൽ മറ്റേ ബോച്ചയുടെയും ഹണി റോസിൻ്റെയൊക്കെ പ്രശ്നങ്ങൾ നടക്കുന്നില്ലേ എൻ്റെ പൊന്നെ. അതിനെക്കുറിച്ചൊക്കെ ഞാൻ എന്താ പറയുന്നത്, എന്നോട് ഒത്തിരി പേര് ചോദിക്കുന്നത്. അതിനെക്കുറിച്ചൊക്കെ ഞാൻ വീഡിയോ ഇടാം, പുറകെ ഇടാം. ഇപ്പോൾ എനിക്ക് സമയമില്ല. ഞാൻ നല്ല തിരക്കാണ് ചക്കരകളെ, അതുകൊണ്ടാണ് അത് ഇടാൻ എനിക്ക് സമയമില്ല. ഞാൻ കുറേ സിംഗുമ എന്തോന്ന് പറയും, സിംഗുമ എന്തോ ഒരു അഭിപ്രായം പറയുന്നത്. ഞാൻ അതേക്കുറിച്ചൊരു വീഡിയോ പിടിച്ചിട്ട് ഞാൻ ഡിലേറ്റ് ചെയ്തത് വേറെ പണിയതില്ലെന്ന് പറഞ്ഞു. അത് ചുമ്മാ ഞാൻ എൻ്റെ വാട്സപ്പിൽ നിന്ന് പെണ്ണുങ്ങൾ സിംഗുമ എന്തെങ്കിലും ഇതേക്കുറിച്ച് സംസാരിക്കുന്നുണ്ട്. ഞാൻ സംസാരിക്കാവേ. 2 പേരെ ഞാൻ ന്യായീകരിക്കുന്നില്ല. പുള്ളിക്കാരൻ ഇച്ചിരി ഇങ്ങനെയൊക്കെ വെച്ച് സംസാരിക്കുന്നുണ്ട്. അതുകൊണ്ട് എനിക്ക് അദ്ദേഹത്തോട് അതിനൊരു മതിപ്പില്ല. പക്ഷേങ്കിൽ ഇത്രയ്ക്കും വേണ്ടായിരുന്നു എന്നും തോന്നുന്നുണ്ട്. ഇതൊക്കെ ഒരു തമാശയിൽ കാണാമായിരുന്നു എന്ന് തോന്നുന്നുണ്ട്. പിന്നെ ഒരാളെ ജയിലിലേക്ക് കൊണ്ട് വലിയ പീഡകനൊന്നും അല്ലല്ലോ, അതുകൊണ്ട് ജയിലിലേക്കൊന്നും വിടണ്ടായിരുന്നു എന്നും ഉണ്ട്. പിന്നെ മറ്റേ കുട്ടിയോട് പറയാനുള്ളത്, നമ്മുടെ മലയാളികളല്ലേ, അവർക്ക് എപ്പോഴും വസ്ത്രധാരണത്തിൽ ഞാനുൾപ്പെടെയുള്ള മലയാളി സ്ത്രീകൾ കുലസ്ത്രീകളായിട്ടൊന്നുമല്ല, എന്നാലും മാന്യമായ വസ്ത്രം ധരിക്കണമെന്നാണ് ആഗ്രഹം. കാരണം ഇപ്പോൾ എൻ്റെ മക്കൾ മോശം വസ്ത്രധാരണമൊക്കെ വൾഗാരിറ്റിയുള്ള വസ്ത്രധാരണം ചെയ്ത് എൻ്റെ ഭർത്താവിൻ്റെ മുമ്പിൽ അല്ലെങ്കിൽ എൻ്റെ സഹോദരൻ്റെ മുമ്പിൽ വന്നിരിക്കുമ്പോൾ ഇപ്പോൾ ഒരുമിച്ചൊരു മേശയൊക്കെ ചുറ്റിയിരുന്നാലും അവരുടെ കണ്ണ് അറിയാതെ അതിലേക്കൊന്ന് പോയാൽ എൻ്റെ ഹൃദയം തകർന്നു പോകും. അപ്പം ഇതുപോലെയല്ലേ നമ്മുടെ മക്കൾ അല്ലെ ആരെങ്കിലും. ഇപ്പോൾ ഇവരൊക്കെ ഇത് കാണിക്കുമ്പോൾ നമ്മുടെ ഈ കുഞ്ഞു ജനറേഷൻ ഉണ്ടല്ലോ ഇപ്പോൾ വരുന്ന ഇവരുടെ വിചാരം അല്പവസ്ത്രം വെച്ചാൽ ഹണി വസ്ത്രം ഇതാക്കിയപ്പോൾ ഞങ്ങൾക്ക് തരുന്നതൊക്കെ ഒരു ചിന്താഗതി ഉണ്ടാകും. സിനിമ കാണുമ്പോൾ അതേപോലെ പിള്ളേർ അനുകരിക്കുന്നുണ്ടല്ലോ. സിനിമ കാണുന്നത് ഞാൻ പറഞ്ഞ മോശം സിനിമകൾ പോലും ഒരുപാട് വെട്ടം കുത്തുമൊക്കെ കാണുമ്പോൾ കുട്ടികൾക്ക് അതൊക്കെ ഒരു സാധാരണ പോലെയാകും. ഇതൊന്നും ഒരു വിഷയമല്ല. സിനിമയിലൊക്കെ കാണിക്കുന്നതിനെല്ലാം അനുകരിക്കാം. ഇതൊക്കെ ഒരു സർവ്വസാധാരണ പോലെയാകും. പണ്ടൊക്കെ നമ്മളൊരു കൊലപാതകം, ഒരു ഇടിവെക്കൽ, വെട്ടും കുത്തും കേസൊക്കെ നമുക്ക് വല്ലപ്പോഴും പത്രത്തിലൊക്കെ കാണുമ്പോൾ നമ്മൾ ഞെട്ടിത്തെറിച്ച് പോകുമായിരുന്നു. കുറേ ദിവസം നമ്മുടെ ഓർമ്മയിൽ അതൊരു എന്നൊരു ഏങ്ങലുണ്ടായിരുന്നു. ഇന്നത് വല്ലതും ഉണ്ടാകും. വിരൽ ഫോണിലോട്ട് വെച്ചാൽ അല്ലെ പത്രം എടുത്ത് നോക്കിയാൽ നമ്മൾ കാണുന്ന എന്താണ്? കൊലപാതകം, പീഡനം, ഇതൊക്കെയല്ലേ കാണുന്നത്. ഇതൊക്കെ നമ്മുടെ കുട്ടികൾ ഇതെല്ലാം കണ്ടു വളർന്നു വരുമ്പോൾ ഇവർക്കൊന്നും ഇതിനെയൊക്കെ നിസ്സാരവൽക്കരിച്ചിട്ട് ഇതിൽ ചെയ്യാനുള്ളൊരു പ്രോത്സാഹനം കൊടുക്കും. ഇത് ഒന്നും അവരുടെ മനസ്സ് കൊണ്ട് വിലക്കത്തില്ല. നമ്മളെന്തൊരു തെറ്റ് ചെയ്യുന്ന വരുമ്പോൾ മനസ്സ് വിലക്കുമല്ലോ. ഇവർ തെറ്റാണെന്ന് അറിയാമെങ്കിലും ഇവർ ഇതൊന്നും ഒരു വിഷയമില്ല, എത്ര പേര് കാണിക്കുന്നു. ഇപ്പം ഞാൻ വസ്ത്രമില്ലാതെ നടന്നില്ല, എൻ്റെ അവയവങ്ങൾ പ്രദർശിപ്പിച്ചാൽ ആരെന്ത് പറയാനെന്ന് ഈ കുട്ടികൾക്കൊക്കെ ഒരു ധാരണ ഉണ്ടാകും. അതുകൊണ്ടാണ് നമ്മളൊക്കെ അങ്ങനെ പറയുന്നത്. പിന്നെ ഒരു
സിനിമയിൽ അഭിനയിക്കുമ്പോൾ എന്ത് തരം വേഷവും ആ കഥാപാത്രത്തിന് വേണ്ടി ധരിക്കുക. അല്ലാതെ വരുമ്പോൾ നമ്മളുടെ നല്ലൊരു പേഴ്സണാലിറ്റി കാഴ്ചവെക്കുക, അല്ലേ? നല്ല സമൂഹം ബഹുമാനിക്കുന്ന നിലയിലുള്ള നല്ല രീതി നമ്മുടെ മലയാളി ആഗ്രഹിക്കുന്നത് എപ്പോഴും മറ്റുള്ളവർ നമ്മളെ ബഹുമാനിക്കണം എന്നാണ് എല്ലാവരും ആഗ്രഹിക്കുന്നത്, അല്ലേ? അപ്പം നമ്മളെ ഈ വസ്ത്രധാരണത്തെ ചൂഷണം ചെയ്യുകയാണ് ഈ ഉദ്ഘാടന വേദികളിൽ അവിടെ ഇവിടെയൊക്കെ ആളുകളെ വിളിച്ചിട്ട്. ഞാൻ സത്യം പറഞ്ഞാൽ അവരുടെ ആ വസ്ത്രധാരണ രീതിയെ ചൂഷണം ചെയ്യുകയും ഇവരുടെ മൈൻഡിനെ അവർ ചൂഷണം ചെയ്യുക, പരസ്പരം അങ്ങോട്ടിട്ട് ചൂഷണം ചെയ്യുകയാണ് ബിസിനസ്സിന് വേണ്ടി, അല്ലേ? ഇതൊക്കെ തന്നെ എനിക്ക് പറയാനുള്ളത്. പിന്നെ എല്ലാം ഓരോരുത്തരുടെ വ്യക്തിപരമായ താല്പര്യമാണ്. നമ്മളിതൊക്കെ കണ്ടും കേട്ടും നമ്മളതിൽ നിന്ന് നമുക്ക് എന്ത് നല്ലതെടുക്കാം, നമ്മൾ എങ്ങനെ ആകരുത്, എങ്ങനെ ആകാം, സമൂഹം എന്താണ് ആഗ്രഹിക്കുന്നത്, എന്താണ് തെറ്റ്, എന്താണ് ശരി, കൂടുതൽ ജനം എന്തിനാണ് സപ്പോർട്ട് ചെയ്യുന്നത്, അത് കണ്ട് വിലയിരുത്തി നമ്മൾ അങ്ങനെ ആകാൻ നോക്കുക, ശരിയിലേക്ക് ആകാൻ നോക്കുക. അത്രയേ ഉള്ളൂ. ഇതാണ് എനിക്കിതേക്കുറിച്ചൊക്കെ ഒന്ന് പറയാനുള്ളൊരു കാര്യം. ആലപ്പുഴ പോകുന്ന ഒരുക്കത്തിൽ നിൽക്കുകയാണ്. അപ്പം ഞങ്ങൾ വേഗം ഒന്ന് പോവുകയാണ്. ഡ്രസ്സൊക്കെ പാക്ക് ചെയ്ത് പോയിട്ട് വൈകുന്നേരം പരിചയം കളിച്ചിട്ട് അവിടെ നിൽക്കാൻ എല്ലാം പാക്ക് ചെയ്തതാണ്. എന്നിട്ട് ഞാൻ വേണ്ടെന്ന് വെച്ചു. ആലപ്പുഴ പട്ടണത്തിൽ അതിമധുരം വിതറിയിട്ട് ഞങ്ങൾ വരാം. എനിക്ക് ബാങ്കിലൊന്ന് പോകണം. എൻ്റെ സിബിൽ സ്കോറൊക്കെ താഴ്ന്നു കിടക്കുന്നത് എന്തെന്നറിയാമോ? പണ്ട് സ്വർണ്ണം പണയം വെച്ചിട്ട് ഉള്ള ലോണുകൾ ഇപ്പോഴും ആക്റ്റീവായി കിടക്കുന്നു. അതൊക്കെ സ്വർണ്ണമൊക്കെ എടുത്തതാണ് നമ്മൾ. എന്നിട്ടും അവിടെ ആക്റ്റീവ് എന്ന മൂഡിൽ കിടക്കുമ്പോൾ നമ്മൾ സിബിൽ സ്കോർ കയറത്തില്ല. ഞാനിപ്പോൾ ഇന്നലെ നോക്കി എന്തുകൊണ്ടാണ് സിബിൽ സ്കോർ കയറാത്തതെന്ന് മൊത്തം ചെക്ക് ചെയ്തു. ഭയങ്കര ബുദ്ധി എനിക്ക്. ഞാൻ എല്ലാ ഫോണുകളിലും വെച്ച് ഇങ്ങനെ പരിശോധിച്ചു നോക്കിയപ്പോൾ എൻ്റെ സിബിൽ സ്കോർ എന്തുകൊണ്ടാണ് കയറാത്തതെന്ന് ഈ വിവരമില്ലാത്ത ഈ ബോധമില്ലാത്ത ഞാൻ കണ്ടുപിടിച്ചിരിക്കുന്നു. ഇതുമായി ഫെഡറൽ ബാങ്കിലേക്ക് പോവുകയാണ്. എന്തുകൊണ്ട് നിങ്ങൾ ഇത് ആക്റ്റീവാക്കി വെച്ചിരിക്കുന്നു, എടുത്തു മാറ്റും എന്ന് പറയാൻ വേണ്ടി പോവുക. അപ്പോൾ ഓക്കെ, ഇതൊക്കെ നമ്മൾ ശ്രദ്ധിച്ചില്ലെങ്കിൽ നമ്മുടെ സിബിൽ സ്കോർ എന്തുകൊണ്ടാണ് താഴ്ന്നതെന്നൊന്നും അറിയാൻ പറ്റത്തില്ല. കണ്ട ബുദ്ധി വിവരവും യഥാ സമയത്ത് ഭഗവാൻ തരികയാണ്. അപ്പോൾ ഓക്കെ, ഞാൻ പോയിട്ട് വരട്ടെ ചക്കരകളെ. ഇതൊക്കെയാണ് എനിക്ക് പറയാനുള്ളത്. എന്താ പറയുക, ഒരുങ്ങി ഞാൻ കഷ്ടപ്പെട്ട് മരിച്ചു ചക്കരകളെ. പോട്ടെ ഞാൻ.